the shepherd of every day. St. John 10:27. My sheep hear my voice, and I know them and they follow me. On Sunday, when we come to church, our voices rise in worship and we gladly proclaim, "The Lord is my shepherd." But what about Monday morning, Wednesday afternoon, Friday night? ഞായറാഴ്ച ദേവാലയത്തിൽ വരുമ്പോൾ ദൈവം എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ തിങ്കളാഴ്ച രാവിലെയോ, ബുധനാഴ്ച ഉച്ചയ്ക്കോ, വെള്ളിയാഴ്ച രാത്രിയിലോ, throughout the week, other voices compete for our attention. The voice of worry, the pull of ambition, the lure of entertainment, the demands of people around us. Without realizing it, we may let these become the shepherds that guide our choices, shape our attitudes, and determine our priorities. ആഴ്ചയിൽ പല ശബ്ദങ്ങളും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. ആശങ്കയുടെ ശബ്ദമാകാം, നമ്മുടെ നേട്ടങ്ങളുടെ ശബ്ദമാകാം, മാധ്യമങ്ങളുടെ ശബ്ദമാകാം, നമ്മുടെ ചുറ്റിനുമുള്ളവരുടെ ശബ്ദമാകാം. അറിയാതെ ഈ ശബ്ദങ്ങൾ നമ്മുടെ ഇടയന്മാരായി തീരുകയും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും നാം എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതൊക്കെ ഈ മറ്റ് ശബ്ദങ്ങളാണ് തീരുമാനിക്കുന്നത്. The question is not whether we have a shepherd, but which shepherd we follow. ചോദ്യം നമുക്ക് ഇടയനുണ്ടോ എന്നുള്ളതല്ല, ഏതിടയനെയാണ് നാം അനുഗമിക്കുന്നത്. Every decision, every conversation, every moment of quiet is an opportunity to listen for the voice of Jesus Christ or to drift toward another guide. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും എല്ലാ സംഭാഷണങ്ങളും ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള അവസരങ്ങളാണ്. അല്ലെങ്കിൽ മറ്റാരെയോ മറ്റ് അവശബ്ദങ്ങളെ അനുഗമിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. This means intentionally seeking Christ's voice beyond Sunday. ഞായറാഴ്ച മാത്രം ക്രിസ്തുവിൻ്റെ ശബ്ദം അന്വേഷിച്ചാൽ പോരാ. Reading His word before scrolling our phone. Praying before answering a difficult message. Pausing to ask, "Lord, what would you have me do here?" മാധ്യമങ്ങൾ നോക്കുന്നതിന് മുൻപ് ദൈവവചനം വായിക്കുവാൻ, ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുവാൻ, പ്രതിസന്ധികൾ വരുമ്പോൾ നാഥ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുവാൻ. If Jesus is truly our shepherd, He is not just the shepherd of our Sunday worship. He is the shepherd of our ordinary Tuesday, our stressful Thursday, and our weary Saturday. കർത്താവ് നമ്മുടെ ഇടയൻ ആണെങ്കിൽ ഞായറാഴ്ച ആരാധനയുടെ ഇടയൻ മാത്രമല്ല, നമ്മുടെ സാധാരണ ചൊവ്വാഴ്ചയുടെയും പ്രതിസന്ധികൾ നേരിടുന്ന വ്യാഴാഴ്ചയുടെയും ക്ഷീണിതരായിരിക്കുന്ന ശനിയാഴ്ചയുടെയും ഇടയനാണ്. Follow Him every day and His voice will lead us into life. ക്രിസ്തുവിനെ എന്നും നമുക്ക് അനുഗമിക്കാം. അവൻ്റെ ശബ്ദം നമ്മളെ ഓരോരുത്തരെയും ജീവനിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.